അമ്മിക്കുട്ടി നമ്മളെങ്ങോട്ടാ പോണേ? ഏത് ഫാമിലാ പോണേ? തുലിപ് ഗാർഡൻ. Nächste Station, Neuss Hauptbahnhof. Ausstieg in Fahrtrichtung links. Dort bestehen Umsteigemöglichkeiten zum Regionalverkehr in Richtung Bedburg, Mönchengladbach und Aachen, zur S-Bahn in Richtung Karst, Düsseldorf und Mettmann sowie zur Stadtbahn. Bitte achten Sie beim Umsteigen auf die Fahrplanaushänge sowie die örtlichen Lautsprecherdurchsagen. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രാവലിംഗ് ഒക്കെ ആകാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലുള്ള ഒരു തുലിപ് ഗാർഡൻ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ തുലിപ് പൂക്കളെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നെതർലൻഡിലെ തുലിപ് ഗാർഡനാണ്. പക്ഷേ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അത്യാവശ്യം എക്സ്പെൻസീവാണ്. അത് നമുക്ക് ഏകദേശം ഒരു 100 യൂറോ തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നെതർലൻഡിലോട്ടൊന്നും പോകണ്ട. ഇവിടെ നമ്മുടെ ജർമ്മനിയിൽ തന്നെ നമുക്ക് അടുത്തായിട്ട് ഒരു 2 മണിക്കൂർ ദൂരത്ത് നമുക്കൊരു മനോഹരമായ തുലിപ് ഗാർഡൻ ഉണ്ട് കേട്ടോ. NRVയിൽ തന്നെയാണ് ഈ തുലിപ് ഗാർഡൻ ഉള്ളത്. അതായത് നമ്മൾ ക്രിഫീൽഡിൽ നിന്നും ഏകദേശം ഒരു 2 മണിക്കൂർ ദൂരം. ഞങ്ങൾ ക്രിഫീൽഡിൽ നിന്നും ഏകദേശം ഒരു 2:30 യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഉച്ച തിരിഞ്ഞിട്ടാണ് യാത്ര തുടങ്ങിയത്. 4:30 ഞങ്ങൾ ഈ ഒരു ഗ്രേവൻബ്രോക്ക് ഹെക്കൻ ഹൗസ് ഹോഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വന്നെത്തി. അപ്പം ആദ്യം നമ്മൾ ക്രിഫീൽഡ് ഹൗപ്പ് ടു ബാൻഹൂഫിൽ നിന്ന് നേരെ നോയിസ് ഹൗപ്പ് ടു ബാൻഹൂഫിലേക്കാണ് എത്തിയത്. നോയിസിൽ നിന്ന് ഊബാനിലാണ് നോയിസ് ലാൻഡസ് തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ നിന്നും ഈ ഒരു ഗ്രേവൻബ്രോക്ക് ഹെക്കൻ ഹൗസ് ഹോഫ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ബസ്സിനാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ബസ് 1 മണിക്കൂർ ഇടവിട്ട് ഉള്ളൂ അങ്ങോട്ടും. അതുപോലെ നമുക്ക് തിരിച്ചു പോകാൻ ഇങ്ങോട്ടും 1 മണിക്കൂർ ഇടവിട്ടേ ഉള്ളൂ കേട്ടോ ബസ്. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 18 മിനിറ്റ് നമ്മൾ ഉള്ളിലേക്ക് നടക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണുന്ന ഈ ഒരു മഞ്ഞ പൂക്കളുടെ പാടങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗി അത് കാണാനായിട്ട്. അത് റെപ്സോളിൻ്റെ ഫീൽഡാണ്. അതാണെങ്കിൽ ഇവിടെ എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സീസൺ ടൈമിൽ മാത്രമേ ഈ ഒരു മഞ്ഞ പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അവിടെ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അറിയില്ല ക്ലാരിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടാവുമെന്ന്. അതിൻ്റെ കൂടെ ചെറിയ മഴക്കാറും കാര്യങ്ങളും മഴ പെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഈ ഒരു വരുന്ന വഴിയിലുള്ള മൊത്തം കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഷൂട്ടിങ്ങിന് മാത്രമായിട്ടല്ലല്ലോ വന്നത്. കാരണം കുറേയൊക്കെ നമ്മൾ ആസ്വദിക്കാനും കൂടിയല്ലേ വന്നത്. എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ടൈം ഫോണുമായിട്ടായിരിക്കണേ. അപ്പോൾ ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വേണം നമ്മൾ കുറച്ചൊക്കെ ഇതിൻ്റെ ഈ ഒരു നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ബസ് ഇറങ്ങിയതിന് ശേഷം ഏകദേശം 18 മിനിറ്റ് നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ നടക്കുന്ന വഴിയിൽ 2 സൈഡിലും നല്ല കൃഷിപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ. ചിലതൊക്കെ നല്ല പച്ച വിരിച്ച് കിടപ്പുണ്ട്, ചിലത് പാടങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതൊക്കെയാണെങ്കിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ കണ്ട് നിൽക്കാനായിട്ട് തന്നെ. അപ്പം അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തുലിപ് ഗാർഡനിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു റെപ്സോൾ ഫീൽഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ.
ദേ ഫോട്ടോഷൂട്ടും പരിപാടികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി ഒരു പിസ്സയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.